നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഇന്ദ്രൻ ആകെപ്പാടെ അസ്വസ്ഥനായിട്ടാണ് സേതുവിന്റെ ഒക്കെ ആ പഴയ വീട്ടില് നിൽക്കണം. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആ സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെയൊന്നും പോരാ, നല്ലവണ്ണം നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവൻ പറഞ്ഞു, അതെ ചേട്ടാ, ഞാൻ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുന്നതെന്ന് പറയണം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവനും നോക്കി. അപ്പൊ സേതു കണ്ണും കൊണ്ട് കാണിച്ചു, പേടിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാന്ന്. പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു, എടാ ഇന്ദ്ര, ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവൻ ചെയ്യുന്നുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുന്നേ, നിനക്കെന്താ ഇത് പോരേന്ന് ചോദിച്ചു. അപ്പോഴേക്കും പൂർണിമ അങ്ങോട്ട് വരുവാണ്. പൂർണിമയോട് ഇന്ദ്രൻ ചോദിച്ചു, എന്റെ അമ്മേ, ഇവിടെ എങ്ങനെയാ കിടക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിടക്കാൻ പോലും പറ്റില്ല. ഇതുപോലെ വൃത്തികെട്ട ഒരു സ്ഥലം ഇതിനു മുമ്പ് ഞാൻ കിടന്നിട്ട് പോലും ഇല്ലാന്ന് പറയണം. ആ കട്ടിലൊക്കെ പോയി കിടക്കാൻ പോലും പറ്റില്ല, അമ്മാതിരിയല്ലേ. അത് കേട്ടപ്പോ പൂർണിമ പറഞ്ഞു, ഇന്ദ്ര, നീ കട്ടില കിടക്കണം നിർബന്ധമില്ല, നീ ഒരു പുൽപ്പാ വിരിച്ചിട്ടെ താഴെ കിടന്നോളാൻ പറഞ്ഞു. ഓ എന്റെ ദൈവമേ, എന്ത് ചെയ്യാനെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് അച്ചു അങ്ങോട്ടേക്ക് ഓടി വരുന്നേ. അച്ചു വന്നിട്ട് പറഞ്ഞു, അതെ സേതുട്ട് അവിടെ ഒരു പാമ്പെന്ന് പറയണം. പാമ്പോ? മോളെ നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, ശരിക്കും പാമ്പുള്ളത് തന്നെയാ. സേതു അപ്പുവിനോട് പറഞ്ഞു, എടാ അപ്പു, നീ ഒന്ന് പോയി നോക്കാൻ പറയണം. അങ്ങനെ അപ്പു അതങ്ങോട്ട് നോക്കാനായിട്ട് പോയ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, പാമ്പും പഴുതാരെ രാജവമ്പാലെ എല്ലാം കാണുമെന്ന് പറയണ. അതെങ്ങനെയാ? അങ്ങനത്തെ ഒരു വീടല്ലേ ഇതെന്ന് പറഞ്ഞു. ആ സമയം സേതു ചോദിച്ചു, നീ ശരിക്കും കണ്ടാണോ? ഞാൻ കണ്ടതാ, കട്ടിലിനടിയിലേക്ക് അത് കയറിപ്പോയെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ തന്നെ കണ്ടില്ലേ, വീടിനകത്താ പാമ്പ്, പുറത്തല്ല. ഇങ്ങനെ വന്നിട്ടുണ്ട് എല്ലാരും രാത്രി കിടന്നു ഉറങ്ങിയേ തന്നെ. അല്ല, പുൽപ്പായൊക്കെ വിരിച്ച് എല്ലാരും നേരം കൂടെ കിടക്കുക, എല്ലാവരുടെയും നെറ്റിക്ക് കയറി നിന്നിട്ട് അത് കൊത്തൂന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ ഇതൊക്കെ രൂക്ഷമായിട്ട് ഇന്ദ്രനെ നോക്കുവാണ്. ആ സമയം സേതു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയണം. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അപ്പു അങ്ങോട്ട് വന്നു. അപ്പു വന്നു കഴിഞ്ഞപ്പോ സേതു ചോദിച്ചു, എടാ പാമ്പിനെ കിട്ടിയോ? സേതു കേട്ടാ, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ കുറെ പൊത്തുകളൊക്കെ ഉണ്ടല്ലോ. അത് പൊത്തിനകത്തേക്കാനും കയറിപ്പോയി കാണും, ആളനക്കം കേട്ടിട്ടുണ്ടെങ്കിൽ വരത്തില്ല. പിന്നെ നമ്മൾ അതിനെ ഉപദ്രവിച്ചാൽ മാത്രം അത് നമ്മൾ ഉപദ്രവിക്കുള്ളൂ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. അത് കേട്ടപ്പോ സേതു ചോദിച്ചു, അല്ല പാമ്പിനെ കിട്ടിയോടാ? അതല്ലേ സേതു കേട്ടാ പറഞ്ഞു, പേടിക്കണ്ടെന്ന് പറഞ്ഞേ. അതെ, ഇനി ഞാൻ ഇന്നത്തേക്ക് പോവാം, നാളെ വന്ന് ബാക്കിയെല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ അവനങ്ങോട്ട് പോയി. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും പൂർണ്ണിമ എന്ത് ചെയ്തു, കുറച്ച് പുൽപ്പായൊക്കെ ആയിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ അതൊക്കെ വിരിച്ചു. ഋതു അച്ചു പൂർണ്ണിമയോടെ അവിടെ കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ദ്രനെ ഒട്ടും സഹിച്ചില്ല. ഇന്ദ്രൻ പറഞ്ഞു, ഓഹ് എന്റെ ദൈവമേ, ഈ നശിച്ച വീട്ടില് ഇവിടെ എങ്ങനെ കിടക്കാനാ? ഒരു വെട്ടവും വെളിച്ചവും പോലും നേരാൻ വണ്ണമില്ല. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല പൂർണ്ണിമ അച്ചു. അവരാരും, അവർക്കൊക്കെ എവിടെയും ഒന്ന് തല ചായച്ചാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ സേതുവിന് ഭയങ്കര വിഷമായിപ്പോയി. കാരണം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന തറ, അവിടെ ഒരു വെറും പുൽപ്പായ മാത്രം ഇട്ടിട്ടാണ് ഗർഭിണിയായ ഋതു വരെ കിടക്കുന്നത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല പട്ടുമത്തെ കിടന്ന. അങ്ങനെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പുച്ഛഭാവമായിരുന്നു ഇന്ദ്രനുണ്ടായിരുന്നേ. ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, കിടന്നോ നന്നായിട്ട് കിടന്നോ, രാത്രി പാമ്പ് വരുമെന്ന് പറയണ. പാമ്പ് ഒന്നും നിന്നെയൊക്കെ കൊത്തുമെന്ന് പറയണ. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, നിന്നെ കൊത്താ നീ നോക്കിയാ മതി, അല്ല നിന്നെ കൊത്തിയിട്ടും കാര്യമൊന്നുമില്ല, രാജബൊമ്പാലേക്കാളും വലിയ വിഷമുള്ള നിനക്ക്. ഇതും പറഞ്ഞിട്ട് അച്ചു അങ്ങോട്ട് കിടന്നു. ഇന്ദ്രന്റെ ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കാരണം ഇത്രയൊക്കെ ആയിട്ട് നാക്കിനൊരു കുറവില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. പിന്നീട് തന്റെ പെങ്ങന്മാരും അമ്മയും കിടന്നുറങ്ങുന്ന നോക്കി ഇങ്ങനെ സേതു ഇരിക്കുക. സേതുവിന് ആ രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് കാവലായിട്ട് ഒരു പാമ്പും പഴുതാരം വരാതെ ആരെങ്കിലും നോക്കിയിരിക്കണ്ടേ. അതുകൊണ്ടാണ് സേതു അവർക്ക് കാവലായിട്ട് അവിടെ ഇരുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി ഋതു പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് വന്നു. ഇന്ദ്രനും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനോട് ചോദിച്ചു, അല്ല ആ മാനേജരോട് വരാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല എന്തിനാ ഇപ്പൊ മാനേജറെ വിളിപ്പിക്കുന്നേ? അതെ, ആ ലോക്കർ, സേഫ് ലോക്കർ തുറക്കാനെന്ന് പറയണ. സേഫ് ലോക്കറോ? അതെ, ഞാൻ ഇവിടെ ഒരു സേഫ് ലോക്കർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം, ഈ ടെക്സ്റ്റൈൽസിനുള്ളിൽ തന്നെ. അതെന്ത് മറിമായം? ഇന്ദ്രനൊന്നും മനസ്സിലായില്ല. ഞാൻ അറിഞ്ഞല്ലോ, ജിത്തിനോട് ഞാൻ പറയാതിരുന്ന എന്ന് പറയണ. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പൊ പറയേണ്ട കാര്യമില്ലെന്ന് കരുതി പറയാതിരുന്ന. ഇവിടെ അന്നന്ന് കിട്ടുന്ന ക്യാഷൊക്കെ ബാങ്കിൽ കൊണ്ടുപോയിടാതെ പതിവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതില്ല. 15 ദിവസം കൂടുമ്പോഴാണ് അത് ബാങ്കിലിടുന്നത്. അപ്പൊ അതുവരെ സൂക്ഷിച്ചു വെക്കാണ്ട് ഒരു സേഫ് ലോക്കർ ഉണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കല്യാണ സമയത്ത് ജിത്തിന് അറിയായിരിക്കും. അന്ന് ആരോ ഇൻകം ടാക്സിന് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ അനധികൃതമായിട്ട് പണം ഉണ്ടെന്നുള്ള കാര്യം. അന്ന് അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തു. ആ സമയത്ത് എനിക്ക് സ്വർണ്ണം എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ അന്നേ ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ് സേഫ് ലോക്കർ. അതിനുശേഷമാണ് ആ സംവിധാനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് കിടക്കുന്ന പണം മൊത്തം എടുക്കണം അതിനകത്തിരിക്കുന്നത്. അത് മാത്രമല്ല, പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന പണം മൊത്തം എടുത്തിട്ട് പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറയണം.
കാരണം ഇനിയിപ്പം അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമാവെന്നറിയാം. ലക്ഷ്മിയമ്മ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത്ര കഴിഞ്ഞപ്പോ മാനേജർ വന്നു. മാനേജറുടെ ഋതു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോ ഋതു എന്താ സാർ കാര്യം ചോദിക്കണം. അപ്പോഴേക്കും CA പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സ്ഥല CA ആന്ന് പറയണം. അല്ല സാർ കാര്യം പറഞ്ഞില്ല, ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി? എന്ത് പരാതി സാർ? അതെ, പൂർണിമ ടെക്സ്റ്റൈൽസിൽ ചിലരൊക്കെ അനധികൃതമായിട്ട് കയറിയിട്ട് ഇവിടെ അധികാര ദുർവിനിയോഗം നടത്തുന്നെന്ന്. അധികാര ദുർവിനിയോഗം? സാർ ഇവിടെ ആരും അങ്ങനെ കയറിയിട്ടില്ലെന്ന് പറയണം. അല്ല, ആരാ പരാതി എന്നേ? പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ യഥാർത്ഥ ഓണറാ പരാതി എന്നു പറയണം. യഥാർത്ഥ ഓണറോ? ഋതുവിനൊന്നും മനസ്സിലായില്ല. അപ്പൊ ഋതുവിനോട് നിങ്ങളാരാ? ഞാന് ഋതിക, ഇതെന്റെ ഭർത്താവ് ഇന്ദ്രജിത്ത് എന്ന് പറയണം. ഓ, അല്ല നിങ്ങളോ ഈ ടെക്സ്റ്റൈൽ ഷോപ്പും തമ്മിലുള്ള ബന്ധം എന്നാന്ന് ചോദിച്ചു. അതെ, ഇത് എന്റെ അച്ഛന്റെ ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയണം. അല്ല സാറേ, ആരെ പരാതി എന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കുമാണ് പരാതിക്കാരിയായ ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഋതു. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് CA പറഞ്ഞു, ഇതാണ് മഹാലക്ഷ്മി മാഡം. ഇവരാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. മാധവ മേനന്റെ ഭാര്യയാണ്. കോർട്ടോടെ അനുസരിച്ച് മാധവ മേനന്റെ സ്വത്തുക്കള് ഇവർക്കാണ് അധികാര അവകാശമുള്ളത്. പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചാൽ മതി എന്നൊക്കെ CA പറയണം. എന്ത് ചെയ്യണമെന്ന് ഋതുവിന് അറിയില്ല. ഋതുവിന് മനസ്സിലായി ഇത് മനഃപൂർവ്വമുള്ള ഒരു കുടുക്കാണ്. തന്റെ കുടുംബത്തിലുള്ളവരെ ഈ വീട്ടിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയമ്മ മനഃപൂർവ്വം പണി തന്നാന്നുള്ള കാര്യം മനസ്സിലായി. ഇന്ദ്രന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ദ്രൻ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ദ്രനാണ് ഇതിനൊക്കെ ചരട് വലിച്ചെന്നുള്ള കാര്യം ഋതുവിനോ ലക്ഷ്മിയമ്മയ്ക്കോ ഒട്ടും അറിയത്തുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് സേതുവിന്റെ അടുത്തേക്ക് പൂർണിമ അച്ചും കൂടെ വരുവാണ്. പിന്നീട് അച്ചു പറഞ്ഞു, സേതുവേട്ടാ എനിക്ക് എന്താണ് ഈ ചുരിദാർ പാകമാന്ന് പറയണ. പൂർണിമ പറഞ്ഞു, പെട്ടെന്ന് തയ്ച്ച് ബ്ലൗസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എനിക്ക് പാകമാ, നീ എനിക്ക് പാകത്തിനുള്ളത് തന്നെ തയ്പ്പിച്ചോണ്ട് വന്നല്ലോ എന്നൊക്കെ പറയണ. അത് കേട്ടപ്പം സേതുവിന് ആകെപ്പാടെ വിഷമായി. ഈ സമയത്ത് അച്ചു പറഞ്ഞു, അതെ സാരമില്ല സേതുവേട്ടാ, എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, പൈസ എടുത്തോണ്ട് ഋതു വരുമല്ലോ. ഋതു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എളുപ്പമാവും. പിന്നെ ഒന്നെങ്കിലും വല്ല ഹോട്ടൽ റൂമോ അല്ലെങ്കിൽ വീടോ എന്തെങ്കിലുമൊക്കെ എടുക്കാലോ. അതുവരെയുള്ള പ്രശ്നങ്ങളല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ആ സമയം സേതു ആകെപ്പാടെ വിഷമത്തോടു കൂടി പൂർണ്ണിമയെ നോക്കണം. പൂർണ്ണിമയുടെ മുഖം കണ്ടപ്പോഴത്തേനും സേതുവിന് വിഷമായി. സേതു പറഞ്ഞു, എന്നാലും ഇങ്ങനൊരു വീട്ടിൽ വന്ന് കിടക്കേണ്ട വന്നല്ലോ. അതൊന്നും സാരമില്ലട മോനെ, എനിക്ക് അതിലൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷയില് പല്ലവി അങ്ങോട്ട് വരുവാണ്. പല്ലവി ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി. ആ സേതു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ഒരു ബാഗൊക്കെ എടുത്തോണ്ട് ഇറങ്ങുവാണ്. ഇതെന്താ പല്ലവി, ഇട്ടിരിക്കുന്ന വേഷത്തിലല്ലേ ഇവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി പോന്നേ? അപ്പൊ അവർക്കുള്ള കുറെ ഡ്രസ്സാന്ന് പറയണം. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ് കിട്ടുന്നത്ര ഡ്രസ്സ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തെന്ന് പറയണം. അങ്ങനെ 2-3 ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൊണ്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. പൂർണ്ണിമ പറഞ്ഞു, സാരമില്ല മോളെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴെന്തായാലും ഋതു പോയി പൈസ എടുത്തോണ്ട് വരും. പിന്നെ അത് മാത്രല്ല, രാവിലെ തന്നെ സേതു എനിക്ക് വേണ്ടി പോയി സാരിയും ബ്ലൗസും ഒക്കെ എടുത്തോണ്ട് വന്നെന്ന് പറയണം. സേതു പറഞ്ഞു, വില കൂടിയ ഡ്രസ്സൊക്കെയാന്ന് പറയണം. പൂർണ്ണിമ പറഞ്ഞു, വില കൂടിയതോ കുറവോ അതിനകത്തൊന്നും ഒരു കഥയില്ല സേതു, നമ്മുടെ ആവശ്യം നടക്കുക, അത് മാത്രം ഇവിടെ ഉള്ളെന്ന് പറയണം. അപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വന്നു നിന്നു. കാറിനകത്തുനിന്ന് കുറുപ്പേടൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. കുറുപ്പേടൻ വന്നിട്ടിച്ചു, നിങ്ങളുടെയൊക്കെ ഫോൺ ഇത് എവിടെയാ, എത്ര സമയമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന, വിളിച്ചിട്ടാണെങ്കിൽ ഇവിടെ ആരും കോൾ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയം പൂർണ്ണിമ പറഞ്ഞു, അകത്ത് എവിടെയോ ഉണ്ടെന്ന് പറയണം. അതെ, ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് പറയണം. എന്താ കുറിപ്പേട്ടാന്ന് ചോദിച്ചു. ആ മഹാലക്ഷ്മി പോലീസിനെ കൂട്ടിക്കൊണ്ട് വന്ന പൂർണിമ ടെക്സ്റ്റൈൽസിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കേട്ടിഞ്ഞപ്പോ പൂർണ്ണിമ പറഞ്ഞു, ദൈവമേ ഇത് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടുന്നത്, ഒന്നും കൂടെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പൂർണ്ണിമയ്ക്ക്. അതേ സമയത്ത് ലക്ഷ്മിയമ്മയും ഋതുവും ഇന്ദ്രനും ഒക്കെ സിയയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഋതു പറഞ്ഞു, ദേ ഇത് എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചാന്ന് പറയണേ പൂർണിമ ടെക്സ്റ്റൈൽസ്. ഓ പിന്നെ നിന്റെ അച്ഛൻ നിന്റെ അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചു. അതെ, ഈ പറയുന്ന മാധവ മേനന്റെ ഭാര്യയാണ് ഞാൻ, കോർട്ടോടെ നിന്റെ കയ്യിലുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയോ പോയി കല്യാണം കഴിച്ച് അതിനകത്ത് മക്കളെ ഉണ്ടാക്കി എന്നിട്ട് വീണ്ടും ഒന്ന് അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ സിയോട് പറഞ്ഞു, സാറൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവളിതുപോലെ പിച്ചും പെയ്യൊക്കെ പറയും, കോർട്ട് ഓർഡർ അത് മാത്രം സാർ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് CA പറഞ്ഞു, അതെ മാഡം, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് ഋതുവിനോട് പറയണം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കാണ് ഇവിടെ അധികാരം എന്നുള്ളതിന്റെ എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഋതു ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം ലക്ഷ്മിയെ പറഞ്ഞു, ഞാൻ മാധവമേനന്റെ ഭാര്യയാണ്, അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല നിന്റെ അമ്മ നിന്നോട് വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിന്റെ അമ്മയെ
നീ പറയുന്ന നിന്റെ അച്ഛൻ മാധവമേനൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ ഋതു ഒന്ന് പരിങ്ങി. അതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറ, തെളിവ് കൊണ്ട് കാണിക്കുക, ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, അത് ക്ഷേത്രത്തിൽ വെച്ച് അങ്ങോട്ട് താലി ആർത്തിയിട്ടുള്ളെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൽ വെച്ച് താലി ആർത്തിയിട്ടുള്ളെന്ന്. ആദ്യം ഒരു കാര്യം ചെയ്യാ, നിന്റെ അമ്മയുടെ നീയും ഓരോയിട്ട് കല്യാണം കഴിക്കാൻ പറ, എന്നിട്ട് മക്കളെ ഉണ്ടാക്കുക, എന്നിട്ട് അച്ഛനാരെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ. ഇതിപ്പം നിന്റെ അച്ഛൻ ആരാന്ന് പോലും അറിയത്തില്ലോ എന്ന് പറയണം. നിന്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഋതു ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. നിങ്ങൾ എന്താ പറഞ്ഞേ? എന്റെ അച്ഛൻ ആരാന്ന് അറിയില്ല എന്ന് പോലും അല്ലേ? എനിക്കറിയാം, എന്റെ അച്ഛൻ മാധവമേനനാ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞോണ്ടല്ലോ, ഋതുവിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഋതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞൊന്ന് കൂളാകും പറയുവാണ്. ഋതുവിന് നല്ല ടെൻഷനായിരുന്നു. ഋതു പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചെയറല്ലേ വേണ്ടേ, ഇതങ്ങോട്ട് എടുത്തോളാനും പറഞ്ഞുകൊണ്ട് ആ ചെയറിട്ട് പിടിച്ചൊരു തള്ളൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു, എന്താ ഋതു കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ആ ചെയറൊക്കെ എടുത്ത് നേരെ വെച്ചു. ആ സമയം ഋതു പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞു വെക്കണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും, നന്നായിട്ട് അനുഭവിക്കും, അല്ലാതെ നിങ്ങൾ ഇവിടെ വിട്ട് പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ലക്ഷ്മിയമ്മ ഇങ്ങനെ മനസ്സിൽ പറയാം, അനുഭവിക്കാൻ പോകുന്ന നീയും നിന്റെ ഏട്ടനും കൂടെ ആയിരിക്കും. ദേ നിന്റെ ഏട്ടനിട്ട് നല്ല ഇടിപെട്ട് പണി ഞാൻ കൊടുക്കുന്നത്, ഈ പൂർണിമ ടെക്സ്റ്റൈൽസ്. അവൻ ഇത് കണ്ടിട്ടാ ഇപ്പൊ അഹങ്കരിച്ചിരിക്കുന്നത്. അതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു, അതെ നീ ഒന്നും മര്യാദയ്ക്കിരിക്കുക, നമുക്ക് പോവാന്ന് പറയണം. നിങ്ങളൊക്കെ ഒരു ആണാണോ? ഭർത്താവെന്നും പറഞ്ഞ് കൂടെ നിൽക്കുന്നു. എന്തെങ്കിലും ഒരു വാക്ക് ഇവരോട് തിരിച്ചു പറഞ്ഞോ? ഋതു നീ എന്താ പറയണേ? ഞാൻ എന്ത് പറയാനായിട്ടാ? നിനക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ് ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം. ഒടുവില് ഋതു ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഋതു പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ലക്ഷ്മി അമ്മ സിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂട്ടി അതിന്റെ താക്കോല് തരാനുള്ള ഏർപ്പാടുകൾ സാറായിട്ട് ഉണ്ടാക്കി തരണമെന്ന് പറയണം. കാരണം ലക്ഷ്മി അമ്മയ്ക്ക് അത് മാത്രമായിരുന്നു ആഗ്രഹം, എത്രയും പെട്ടെന്ന് തന്നെ സേതുവിനെ തോൽപ്പിക്കാന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.